പ്രിയ സുഹൃത്തെ, എൻ്റെ ഒരു ചോദ്യം ഇതാണ്. നിങ്ങളുടെ ഗൾഫ് റിട്ടേൺ ഡേറ്റ് നിങ്ങളാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനി, അല്ലെങ്കിൽ മറ്റു പലരും ആണോ? എൻ്റെ ഇത്രയും വർഷത്തിനിടെ ഞാൻ നിരവധി ഗൾഫ് മലയാളികളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നാണ് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ പോകുന്നത്? ആ സമയത്ത് ഒരു മിക്കവരും പറയാറുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ അടുത്തൊരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ്. കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ഒരു മിക്കവരും തന്നെ പറയാറില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഇപ്പൊ ഒരു 2020 ചോദിക്കുന്നു, നിങ്ങൾ എന്നാണ് ഗൾഫിൽ നിന്ന് തിരിച്ചു വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നും അവർ പറഞ്ഞത് ഈ ആൻസർ തന്നെ, അതായത് അടുത്ത ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ്. ഇന്നിപ്പോ 2026 ചോദിച്ച സമയത്ത് ഇപ്പോഴും പറയുന്നത് അതേ സെയിം ആൻസർ. ഇനി അടുത്ത ഒരു 5 വർഷം 10 വർഷം കഴിഞ്ഞ് 2030 ആവുന്ന സമയത്ത്, ആ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർ പറയാൻ പോകുന്നത് ഈ പറഞ്ഞ സംഭവം തന്നെയായിരിക്കും. താങ്കൾ സീരിയസ് ആയിട്ട് ഇപ്പൊ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു ഡേറ്റ് ആണ്. കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ്. അത് ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജ് വെച്ച് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന ഡേറ്റ് ജൂൺ 2035, ഈ തരത്തിലുള്ള ഒരു ഡേറ്റ്, ഡെഡ് ലൈൻ, അതാണ് നമുക്ക് വേണ്ടത്. എന്നാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് റിട്ടയർമെന്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നേ ദിവസം ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്തുകൊണ്ട് നമ്മളൊരു കൃത്യമായിട്ട് ഒരു ഗൾഫ് എക്സിറ്റ് ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യണം, അത് എങ്ങനെ ഫിക്സ് ചെയ്യാം, ഈ ഒരു ഡേറ്റിലേക്ക് എങ്ങനെ യാത്ര ചെയ്യാം എന്നതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ച ടിപ്സ് പവർഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ്. മൈ നെയിം ഈസ് പ്രിൻസർ ഡയസ്, ദി റിട്ടയർമെന്റ് പ്ലാനിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. തൊമ്മിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. എന്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു റിട്ടേൺ ഗൾഫ് എക്സിറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ ക്ലാരിറ്റി ഇല്ലാതെ കടന്നിട്ടെന്ന് വെച്ചാൽ കുറെ ക്വസ്റ്റ്യനുകൾക്ക് ക്ലാരിറ്റി വരും എന്നതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതായത് ഇപ്പൊ താങ്കൾ ഇപ്പൊ ഗൾഫിൽ നിന്ന് റിട്ടേൺ ഡേറ്റ് ഫിക്സ് ചെയ്തു എന്ന് വിചാരിച്ചു. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നു ഡിസംബർ 2035 എന്നുള്ള ഒരു ഡേറ്റ് ഞാൻ ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന ഒരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് എനിക്ക് ആ സമയത്ത് എനിക്കൊരു മാസം എത്ര ഇൻകം വേണ്ടി വരുമെന്ന് കണക്കൂട്ടാൻ പറ്റുള്ളൂ. ഞാനൊരു ഡേറ്റ് വെച്ചില്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് എത്ര എമൗണ്ട് വേണമെന്ന് എങ്ങനെ കണക്കൂട്ടും? കാരണം ഇൻഫ്ലേഷനൊക്കെ കണക്കൂട്ടണമെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ച് ടേം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ വൺസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ഞാൻ എത്ര റിട്ടയർമെന്റ് കോർപ്പസ് എനിക്ക് കണ്ടെത്തണം എന്നതിനെ കുറിച്ച് എനിക്ക് ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. വൺസ് ഇത് ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത ഇത്ര വർഷത്തിനിടെ, അതായത് ഇപ്പൊ 2035 ആണെങ്കിൽ അടുത്ത 9 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിനിടെ ഈ ഒരു കോർപ്പസ് കണ്ടെത്താൻ വേണ്ടി ഞാൻ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി വരുള്ളൂ. പിന്നെ ആ സമയത്ത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു എമർജൻസി റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള തുക, എമർജൻസി റിക്വയർമെന്റിനുള്ള തുക എങ്ങനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം വരണം. ഇതിനു പുറമെ ഇപ്പൊ എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റിനുള്ളിൽ എങ്ങനെ തീർക്കാൻ പറ്റും എന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഹോം ലോൺ ഒരു 15-20 വർഷത്തേക്കാണ് എടുത്തിരുന്നു വെച്ചത്, നിങ്ങളിപ്പോ 2035 എന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 15 വർഷം 20 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ സമയമില്ല. അപ്പൊ ഈ പറഞ്ഞ ഡെഡ് ലൈനിനുള്ളിൽ ഇത് എങ്ങനെ തീർക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങൾക്ക് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡെഡ് ലൈൻ 5 വർഷം 10 വർഷം എന്നല്ല, നമ്മളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഡെഡ് ലൈൻ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുക എന്നതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് താങ്കൾക്ക് വേണമെങ്കിൽ ഗൾഫിൽ നിന്ന് 2 രീതിയിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ താങ്കൾ ഇവിടെ വർക്ക് ചെയ്യുന്നു, ഗൾഫിൽ വർക്ക് ചെയ്യുന്നു, ഇവിടെ താങ്കളെ സംബന്ധിച്ച് 2 വഴി ഉണ്ട്.
ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് പ്ലാൻഡ് ആയിട്ട് എക്സിറ്റ് ചെയ്യാം. അത് താങ്കളുടെ ചോയ്സ് ആണ്. കാരണം താങ്കൾ എന്ത് ചെയ്യുന്നു, അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ചെയ്തിട്ട് ഒരു എത്ര മന്ത്ലി ഇൻകം വേണം എന്ന് താങ്കൾ കണക്കൂട്ടുന്നു, അതിനുള്ള ഒരു കോർപ്പസ് കണ്ടെത്തുന്നു, പിന്നെ എമർജൻസി ഫണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യുന്നു, ഇപ്പൊ നിലവിലുണ്ടാകുന്ന ലോണുകളെല്ലാം തീർക്കുന്നു, പിന്നെ അതോടൊപ്പം തന്നെ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം കണ്ടെത്തുന്നു. അങ്ങനെ വളരെ സമാധാനത്തോടെ താങ്കൾ എക്സിറ്റ് ചെയ്യുന്നു. ഇത് പ്ലാൻഡ് എക്സിറ്റ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഡ് എക്സിറ്റ്. അതായത് താങ്കളെ സംബന്ധിച്ച് താങ്കൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല, അടുത്ത 5 വർഷം കൂടി അല്ലെങ്കിൽ അടുത്ത 10 വർഷം കൂടി, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കമ്പനി താങ്കളെ ടെർമിനേറ്റ് ചെയ്തു. കമ്പനിയിൽ ഒരു റീസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് താങ്കൾ ടെർമിനേറ്റ് ചെയ്തു, താങ്കൾ ജോലി പോയി. എന്തായിരിക്കും അവസ്ഥ? ആ സമയത്ത് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും താങ്കൾക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് ഉണ്ടാവണമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്നൊരു ഫാമിലി എമർജൻസി വന്നു, അതായത് ഇപ്പൊ താങ്കളുടെ പാരന്റ്സിന് അസുഖമായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അവരെ നോക്കാൻ വേണ്ടി താങ്കൾക്ക് നാട്ടിൽ വരുന്ന സാഹചര്യം വന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെടുത്തി നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തു, അങ്ങനെ പെട്ടെന്ന് താങ്കൾക്ക് എക്സിറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് താങ്കൾ എക്സിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രഷർ ആയിരിക്കുള്ളൂ. കാരണം താങ്കളെ സംബന്ധിച്ച് എമർജൻസി ഫണ്ട് ഇല്ല, മന്ത്ലി ഇൻകം ഇല്ല, കോർപ്പസ് ഇല്ല, ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് താങ്കളെ സംബന്ധിച്ച് ഈ 2 ചോയ്സ് ഉണ്ട്. ഒന്ന് വേണമെങ്കിൽ പ്ലാൻഡ് ആയിട്ട് എക്സിറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഡ് ആയിട്ട് എക്സിറ്റ് ചെയ്യാം. ഇത് ഏതാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം താങ്കൾക്കാണ്. ഇതിൽ ഏതാണ് താങ്കൾ ചൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും താങ്കളുടെ ലൈഫ് മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും 5 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് 60 വയസ്സായി എന്നതിന്റെ പേരിൽ എക്സിറ്റ് ചെയ്യണമെന്നല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 55 വയസ്സിലോ 50 വയസ്സിലൊക്കെ എക്സിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. പക്ഷെ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ 5 കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എക്സിറ്റ് ചെയ്യാൻ. ഒന്നാമതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ ഏജ് ആൻഡ് എനർജി. താങ്കളിപ്പോൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നാട്ടിൽ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? താങ്കളിപ്പോൾ എന്തെങ്കിലും ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനാണോ, അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി താങ്കൾ ഉണ്ടാവണം. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് എത്രാമത്തെ ഏജിൽ എക്സിറ്റ് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഉദാഹരണത്തിന് താങ്കൾക്ക് ഇപ്പോൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ഒരു ഫാം തുടങ്ങണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ താങ്കൾ 60-65 വയസ്സിൽ എക്സിറ്റ് ചെയ്ത് വന്നിട്ട് കാര്യമില്ല. താങ്കൾക്ക് നല്ല ആരോഗ്യമുള്ള സമയത്തെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ആരോഗ്യവും പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ ഏജും ഇതെല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉറപ്പുവരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 55-ാമത്തെ വയസ്സിലാണ്, 60-ാമത്തെ വയസ്സിലാണ്, അതായത് 55-ാമത്തെ വയസ്സിന്റെ ആ ഒരു എനർജിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ 65-ാമത്തെ വയസ്സിൽ ചെയ്യാൻ പറ്റണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ അത് താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അടുത്തതായിട്ട് രണ്ടാമതായിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി സ്റ്റേജ് ആണ്. ഇപ്പൊ ചിലവരെ സംബന്ധിച്ച് അവർ കുട്ടികളൊക്കെ ഒന്ന് മെച്യൂർഡായി അവരെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എത്തിയതിനു ശേഷം വന്നെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ താങ്കളെ സംബന്ധിച്ച് ഫിനാൻഷ്യലി താങ്കളിപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൊസിഷൻ ഉണ്ടെങ്കിൽ ഈവൻ താങ്കൾക്ക് കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ, മാരേജ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അത്യാവശ്യ സമ്പാദ്യമെല്ലാം ഓൾറെഡി താങ്കൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കളെ സംബന്ധിച്ച് നേരത്തെ താങ്കൾക്ക് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കോർപ്പസും കൂടി കണ്ടെത്തണം കേട്ടോ, ഇത് മാത്രം സെറ്റ് ചെയ്താൽ പോരാ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി അത് ഏത് സ്റ്റേജിലാണ് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേണ്ട ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡെറ്റ് സ്റ്റാറ്റസ് ആണ്, നമ്മളെ കടബാധ്യതകളുടെ സ്റ്റാറ്റസ്. കാരണം ഇപ്പൊ താങ്കളെ സംബന്ധിച്ച് ഇപ്പൊ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഈ ലോൺസ് എല്ലാം കണ്ടിന്യൂ ചെയ്യുക എന്നത് ചിലപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് അത് താങ്കളുടെ ഇൻകത്തെ എഫക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്ന് വ്യക്തമായിട്ട് ഏത് വർഷം ഏത് സമയത്ത് ഏത് ലോണൊക്കെ ക്ലോസ് ചെയ്യണം അതിനെക്കുറിച്ച് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക എന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്.
ഇനി നാലാമതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിട്ടയർമെന്റ് കോർപ്പസ് ആണ്. അതായത് ഇപ്പൊ താങ്കളെ സംബന്ധിച്ച് ആ സമയത്ത് വരുന്ന സമയത്ത് താങ്കൾ ഒരു എത്ര എമൗണ്ട് കോർപ്പസ് കണ്ടെത്തണം. ഇപ്പൊ നിലവിൽ അതിനുവേണ്ടി എത്ര എമൗണ്ട് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ആ ഒരു സംഭവം അച്ചീവ് ചെയ്യണമെങ്കിൽ ഞാൻ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നതിനെ കുറിച്ചൊരു ക്ലാരിറ്റി താങ്കൾ വേണം. അഞ്ചാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തുള്ള മന്ത്ലി ഇൻകമാണ്. ആ സമയത്തുള്ള മന്ത്ലി ഇൻകം അത് താങ്കൾ ഏത് സോഴ്സിൽ നിന്നാണ് കണ്ടെത്താൻ പോകുന്നത്. റെന്റ് വഴിയാണോ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ താങ്കൾ ഇപ്പൊ ചെയ്ത ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് SWP വഴി വിഡ്രോ ചെയ്തിട്ടായിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൻഷൻ പ്ലാനിൽ നിന്നുള്ള ഫണ്ടാണോ, അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനമാണോ. അപ്പൊ ഏത് രീതിയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണ്ടത്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന സമയത്താണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഒരു റിയലായിട്ട് ഒരു വ്യക്തിയുടെ എക്സിറ്റ് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിന് ഉദാഹരണത്തിന് നമുക്ക് നമ്മളെ തൊമ്പിച്ചൻ എടുക്കാം. അദ്ദേഹത്തിന് ഇപ്പൊ നിലവിൽ 45 വയസ്സാണ് പ്രായം. 18 വർഷം ഇദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്നു. ഇപ്പൊ നിലവിൽ ഇപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പൊ നാട്ടിലത്തെ ഒരു എക്സ്പെൻസ് വരുന്നത് ഒരു 75,000 രൂപ മന്ത്ലി എക്സ്പെൻസ് ഇദ്ദേഹത്തിന് നാട്ടിൽ നിലവിൽ വരുന്നുണ്ട്. ഇദ്ദേഹം റിട്ടയർമെന്റിന് വേണ്ടി ഏകദേശം 50 ലക്ഷം രൂപയുടെ സേവിങ്സ് ഇദ്ദേഹം ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊമ്മിച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു 10 വർഷം കഴിയുമ്പോഴേക്കും നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണമെന്നാണ് തൊമ്മിച്ചന്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ തൊമ്മിച്ചന്റെ ഈ ഒരു ഗൾഫ് എക്സിറ്റ് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊമ്മിച്ചനെ സംബന്ധിച്ച് 10 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 മാസം. 120 മാസം. ആ 120 മാസം ഞാനിവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ വർഷത്തെ ഡേറ്റ്, അതായത് ഈ മാസം ഏതാണ്, ഈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 2026 2026 ഓഗസ്റ്റ് മാസം. അതിനുശേഷം 120 മാസം കഴിയുമ്പോഴേക്കും എന്താവും, ഇവിടെ എത്തുമ്പോഴേക്കും ജൂലൈ 2036. അപ്പൊ തൊമ്മിച്ചനെ സംബന്ധിച്ച് ഇവിടെ ഇപ്പൊ ഒരു ക്ലാരിറ്റി വന്നു. തൊമ്മിച്ചൻ എന്നാണ് ഗൾഫിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ തൊമ്മിച്ചനെ സംബന്ധിച്ച് ഡേറ്റ് ഫിക്സ് ആയി ജൂലൈ 2036. അതായത് 2036 ജൂലൈയിലാണ്, ജൂലൈ 30-ാം തീയതിയാണ് തൊമ്മിച്ചൻ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ തൊമ്മിച്ചനെ സംബന്ധിച്ച് ഈ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് തൊമ്മിച്ചനെ സംബന്ധിച്ച് ഇവിടെ ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊമ്മിച്ചന് ആവശ്യമായിട്ടുള്ള റിട്ടയർമെന്റ് കോർപ്പസ് കണ്ടെത്താൻ വേണ്ടി 120 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ, കാരണം 20 ലക്ഷം രൂപയുടെ ലോൺ ഉണ്ടല്ലോ, അത് ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു 120ഓളം റീപേയ്മെന്റ് ഓപ്ഷൻസ് ഇദ്ദേഹത്തിന് അവൈലബിൾ ആണ്. പിന്നെ അതോടൊപ്പം തന്നെ 10ഓളം റിവ്യൂസ് നടത്താനുള്ള, കാരണം ഓരോ വർഷം ഓരോ റിവ്യൂ ആണെങ്കിൽ 10ഓളം റിവ്യൂസ് നടത്താനുള്ള അവസരം തൊമ്മിച്ചനെ സംബന്ധിച്ച് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് പ്ലാനിങ്ങിന് വേണ്ടി, അതായത് ഇദ്ദേഹത്തിന്റെ ഈ റിട്ടയർമെന്റ് അല്ലെങ്കിൽ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഏകദേശം ഈ പറഞ്ഞ പോലെ 120 മാസം അല്ലെങ്കിൽ 10 വർഷം ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഈ 10 വർഷം കൊണ്ട് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മന്ത്ലി ഇൻകത്തിന്റെ ഒരു ഫ്ലോ ഉറപ്പുവരുത്താൻ ഇദ്ദേഹത്തിന് സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, വൺസ് തൊമ്പിച്ചൻ ഈ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങൾക്ക് എല്ലാത്തിനും വളരെ മികച്ച രീതിയിലുള്ള ഒരു ക്ലാരിറ്റിയാണ് തൊമ്മിച്ചനെ സംബന്ധിച്ച് ലഭിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് എത്ര റിട്ടയർമെന്റ് കോർപ്പസ് കണ്ടെത്തേണ്ടി വരും എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം, ഇപ്പൊ 2026 തൊമ്മിച്ചന്റെ നാട്ടിലത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 രൂപയാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് 10 വർഷം കഴിയുമ്പോഴാണ് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 7% ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഏകദേശം ഒരു 1.5 lakh പെർ മന്ത് വേണ്ടി വരും. അതായത് ഇന്നത്തെ ഒരു 75,000 രൂപയിൽ തൊമ്മിച്ചന് 2036 ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം
1.5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. അതായത് ഒരു വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 18 ലക്ഷം രൂപയെങ്കിലും തൊമ്മിച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചന്റെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തിന് വേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി തൊമ്മിച്ചന് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 വയസ്സായിരിക്കും. അപ്പൊ 55 വയസ്സ് തുടങ്ങി 85 വയസ്സ് അല്ലെങ്കിൽ 90 വയസ്സായിട്ട് ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് ഇത്ര നാള് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം നടന്നു പോകണമെന്നുണ്ടെങ്കിൽ എത്ര കോർപ്പസ് കണ്ടെത്തണം? കാരണം അതിനുശേഷം ചെലവ് കൂടും. തൊമ്മിച്ചൻ റിട്ടയർഡ് ആയി എന്നതിന്റെ പേരിൽ ചെലവ് കൂടാതിരിക്കില്ല, വീണ്ടും ചെലവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്ര എമൗണ്ടിന്റെ കോർപ്പസ് കണ്ടെത്തണം? ഞാനിപ്പോ റഫായിട്ട് ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ സപ്പോസ് തൊമ്മിച്ചനെ സംബന്ധിച്ച് ഒരു 5 കോടി രൂപയുടെ റിട്ടയർമെന്റ് കോർപ്പസ് കണ്ടെത്തണം എന്ന് തൊമ്മിച്ചന് മനസ്സിലായി എന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ക്ലാരിറ്റി വന്നു, 5 കോടി രൂപ കണ്ടെത്തണം. അപ്പൊ ഇവിടെ നിലവിൽ ഇപ്പൊ തൊമ്മിച്ചനെ സംബന്ധിച്ച് റിട്ടയർമെന്റ് ഫണ്ടായിട്ട് ഈ 5 കോടി രൂപയിൽ 50 ലക്ഷം രൂപ ഓൾറെഡി അദ്ദേഹത്തിന്റെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഈ 10 വർഷം കഴിയുമ്പോൾ എത്രയാവും? അപ്പൊ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ 10 വർഷം കൊണ്ട് ഒരു 12% റിട്ടേൺ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ സിറ്റുവേഷനിൽ ഇപ്പൊ ഈ ഒരു 50 ലക്ഷം രൂപ എന്നുള്ളത് ഒരു 6 വർഷം കഴിയുമ്പോഴേക്കും ഇത് 1 കോടി രൂപയും, പിന്നെ ഏകദേശം ഒരു 3 വർഷം കൂടി സമയമുണ്ട്, ഒരു 4 വർഷം കൂടി സമയമുണ്ട്. 4 വർഷം കൂടി ആകുന്ന സമയത്ത് ഇത് ഏകദേശം ഒരു 1.8 CR അല്ലെങ്കിൽ 1.25 കോടി രൂപയായിട്ട് ഏകദേശം മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമുക്കൊരു ക്ലാരിറ്റി വന്നു, 5 കോടി രൂപ ആവശ്യമുണ്ട്. അതിൽ നിന്ന് 175 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 325 ലക്ഷം, അതായത് 3.25 ലക്ഷം രൂപയും കൂടി എക്സ്ട്രാ തൊമ്മിച്ചൻ കണ്ടെത്തണം. അപ്പൊ ഈ ഒരു ക്ലാരിറ്റി എല്ലാം വരുന്നത് കൃത്യമായിട്ട് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കുക എന്നതാണ് ഈ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാവുന്നത് എന്നതിനെ കുറിച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പൊ തൊമ്മിച്ചനെ സംബന്ധിച്ച് ഈ 2035 എല്ലാവരും കൂടി ഒരുമിച്ച് പ്ലാൻ ചെയ്യുക എന്നതല്ല. ഇപ്പൊ 2026 അല്ലെങ്കിൽ 2027 ഈ ഒരു വർഷം തൊമ്മിച്ചൻ ചെയ്യേണ്ടത് ഒരു കാര്യം, തൊമ്മിച്ചൻ കേരളത്തിന്റെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക. അവിടെ റിയലി ഇപ്പൊ കേരളത്തിൽ എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, ട്രാവലിങ്ങിന് എങ്ങനെ വരുന്നുണ്ട്, ഫംഗ്ഷനുകൾ എങ്ങനെയാണ് വരുന്നത്, ഇതിനെക്കുറിച്ചൊന്ന് കൃത്യമായിട്ട്. കാരണം ഈ 75,000 എന്ന് പറഞ്ഞാൽ തൊമ്മിച്ചന്റെ മനസ്സിലുള്ള ആഗ്രഹമാണ്. അത് തന്നെ ആണോന്ന് റിയലി അത് തന്നെ ആണോന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ കൂടുതലാവാം, ചിലപ്പോൾ കുറവാകാം. അപ്പൊ അതിന് ഒരു ക്ലാരിറ്റി വരുത്തുക എന്നതാണ് ഈ ഒരു വർഷം തൊമ്മിച്ചൻ ചെയ്യേണ്ടത്. ഇനി 2028 ആകുമ്പോഴേക്കും തൊമ്മിച്ചൻ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ഡെറ്റ്, ഈ ഡെറ്റ് ഡിഡക്ഷൻ അത് എത്രത്തോളം പ്രോഗ്രസ്. കാരണം 20 ലക്ഷം രൂപയുടെ ലോൺ ഉണ്ട്. ആ ലോൺ എനിക്ക് പെട്ടെന്ന് ഞാൻ അടച്ചു തീർക്കണോ, അല്ലെന്നുണ്ടെങ്കിൽ ലോൺ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ, അതോടൊപ്പം തന്നെ എക്സ്ട്രാ വരുന്ന എമൗണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റണം. അപ്പൊ ഈ ഒരു സംഭവത്തിൽ ഒരു ക്ലാരിറ്റി ഒരു 2028 ആകുന്ന സമയത്ത് തൊമ്മിച്ചിന് കൊണ്ടുവരാൻ സാധിക്കും. ഇനി 2030 ആകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കോർപ്പസ് റിവ്യൂ, അതായത് ഇപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ 50 ലക്ഷം രൂപ ഉണ്ട്. ആ 50 ലക്ഷം രൂപ ഇപ്പൊ എത്രയായി? അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ 5 കോടി കോർപ്പസ് കണ്ടെത്തുന്നതിലേക്ക് ഇദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വാല്യുവേഷൻ എത്ര ആയി? ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ആ കോർപ്പസിന്റെ വാല്യൂ ടോട്ടൽ എത്രയുണ്ട്? ഇത് വെച്ചിട്ട് 2036 ആവുന്ന സമയത്ത് എനിക്ക് 5 കോടി രൂപ കണ്ടെത്താൻ സാധിക്കുമോ? അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യണോ? അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഈ കോർപ്പസിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന സമയത്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി തൊമ്മിച്ചനെ സംബന്ധിച്ച് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം ഇപ്പോ 2032 ആവുന്ന സമയത്ത്, കാരണം 2036 തൊമ്മിച്ചൻ എക്സിറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2032 ആവുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് ആക്സിലേറ്റർ ചെയ്യണം. അതായത് ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും എക്സ്ട്രാ എമൗണ്ട് ഇദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് കൂടുതൽ എമൗണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പ്ലാനിൽ 5 കോടി രൂപ മതി. പക്ഷെ ഇദ്ദേഹം പ്ലാൻ ചെയ്യാത്ത പല കാര്യങ്ങളും വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ശരിയായ രീതിയിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ
ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. ഇനി 2034 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2036 ഒരു 2 വർഷം പിന്നോട്ട് വരുന്ന സമയത്ത്, ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ എല്ലാം ഇദ്ദേഹം ഒന്ന് റീഅലോക്കേറ്റ് ചെയ്യേണ്ടി വരും, പ്രിപ്പയർ ചെയ്യേണ്ടി വരും. കാരണം അടുത്ത ദിവസങ്ങളിൽ 2 വർഷത്തിനുള്ളിൽ റിട്ടയർ ചെയ്യാൻ പോകുന്നതാണ്. അപ്പൊ ഹയർ റിസ്കിലുള്ള ഫണ്ടുകളുടെയൊക്കെ അലോക്കേഷനൊക്കെ കുറച്ചിട്ട് ഒരു മീഡിയം റിസ്കിലേക്ക് മാറ്റുക, പിന്നെ ലിക്വിഡിറ്റി കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം ഒരു 2034 ആവുന്ന സമയത്ത് ഇദ്ദേഹം ചെയ്യേണ്ടി വരും. ഇനി 2035 ആകുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യണം? ഒരു ടെസ്റ്റ് റൺ നടത്തണം. കാരണം ആ സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ കോർപ്പസ് ഉപയോഗിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു മന്ത്ലി, ഇപ്പൊ ഇദ്ദേഹം ഒരു 2-3 മാസം നാട്ടിൽ വന്ന് നിന്നിട്ട് അദ്ദേഹം ജീവിച്ചു നോക്കണേണ് എത്ര എമൗണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് പ്ലാൻഡ് പ്രകാരം 1.5 ലാഖാർന്ന് എക്സ്പെൻസ്. ചിലപ്പോ ഇതിനൊക്കെ കൂടുതലാവാം, ചിലപ്പോ അതിനൊക്കെ കുറവായിരിക്കാം. അപ്പൊ ഒരു 3-4 മാസം ഗൾഫിലത്തെ സാലറിയെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇദ്ദേഹം നാട്ടിലൊന്ന് ജീവിച്ചിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണമെങ്കിൽ അദ്ദേഹത്തിന് ആക്ച്വലി എത്ര എമൗണ്ട് ആണ് വേണ്ടി വരുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. അതിനുശേഷം ഈ 2036 ആവുന്ന സമയത്ത് ഈ ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇവിടെ എത്തുമ്പോഴേക്കും പ്രൈഡായിട്ട് ഗൾഫിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാം. അതായത് ഫസ്റ്റ് നമ്മൾ ഇവിടെ നോക്കിയത് എന്തുകൊണ്ടാണ്? ഈ ഒരു സംഭവത്തിൽ എക്സ്പെൻസിൽ ക്ലാരിറ്റി വരുത്തുക എന്നതാണ്. അതിനുശേഷം 2028 തുമ്പിച്ച് ചെയ്തത് ഇദ്ദേഹത്തിന്റെ ഡെറ്റ് ഡിഡക്ഷനിൽ പ്രാധാന്യം കൊടുക്കുക എന്നതാണ്. 2030 ഇദ്ദേഹം ചെയ്തത് എന്തുട്ടാ? ഇദ്ദേഹത്തിന്റെ കോർപ്പസ് റിവ്യൂ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള പാതയിലാണ് പോകുന്നത്, അതിനെക്കുറിച്ച് ക്ലാരിറ്റി വരുത്തുക എന്നതാണ്. അതിനുശേഷം 2032 ഇദ്ദേഹം ആക്സിലറേറ്റ് ചെയ്തു. അതായത് ഇദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചും കൂടി കൂട്ടി അദ്ദേഹം ആ ഒരു ഗോളിലേക്ക് എത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. 2034 ആയപ്പോൾ പോർട്ട്ഫോളിയോ ഒക്കെ ഒന്ന് റീഅലോക്കേഷൻ ചെയ്ത് റിട്ടയർമെന്റിന് വേണ്ടി, പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം അലോക്കേറ്റ് ചെയ്തു. 2035 ആയപ്പോഴും ഇദ്ദേഹം ടെസ്റ്റ് റൺ നടത്തി. 2036 ആയപ്പോഴും ഇദ്ദേഹം വളരെ അഭിമാനത്തോടെ, പ്രൈഡോടുകൂടി നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സെറ്റിൽമെന്റ് ചെയ്യേണ്ടത് ഈ തരത്തിലുള്ള ഒരു പ്രോസസ്സിലൂടെയാണ്. അപ്പൊ ഏറ്റവും അവസാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യം ഈ ഒരു സെക്ഷനിലൂടെ. ഒന്നാമതായിട്ട് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുക എന്നതാണ്. നിങ്ങൾ കൃത്യമായിട്ട് 5 വർഷം 10 വർഷം എന്നല്ല, കൃത്യമായിട്ടുള്ള ഒരു മന്ത് ആൻഡ് ഇയർ. നിങ്ങൾക്ക് ചങ്കൂറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾ ഗൾഫിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് നിങ്ങൾക്കിടാം. പക്ഷെ അത് വെറുതെ മനസ്സിലുള്ള ആഗ്രഹം വെച്ചല്ല, അത്യാവശ്യം ഒന്ന് പ്ലാൻ ചെയ്തിട്ടായിരിക്കണം. നിങ്ങൾക്ക് തനിച്ചിരുന്ന് പ്ലാൻ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ സഹായം താങ്കൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് ഇത് കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി അവർ ഹെൽപ്പ് ചെയ്തു തരും. അങ്ങനെ താങ്കൾക്ക് ചെയ്യാം. അതിനുശേഷം രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എക്സ്പെൻസ് നമ്മൾ കണ്ടെത്തുക എന്നതാണ്. നിലവിൽ നമ്മളെ എക്സ്പെൻസ് എത്രയാണ്? ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എത്ര എമൗണ്ട് കണ്ടെത്തേണ്ടി വരും, അതിനൊരു ക്ലാരിറ്റി വരുത്തുക എന്നതാണ്. മൂന്നാമതായിട്ട് നമ്മളെ സംബന്ധിച്ച് കണ്ടെത്തേണ്ടത് നമ്മളെ കോർപ്പസ് ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ റിട്ടയർമെന്റ് ആയതിനു ശേഷം എന്റെ ജീവിതാവസാനം വരെ അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഞാൻ എത്ര എമൗണ്ട് കോർപ്പസ് കണ്ടെത്തണം? നിലവിലുള്ള കോർപ്പസ് വെച്ചിട്ട് എനിക്ക് എത്ര കണ്ടെത്താൻ പറ്റും? ബാലൻസ് അല്ല ഡെഫിഷ്യൻസി. അത് എന്ത് ഇൻവെസ്റ്റ്മെന്റിലൂടെ ഏത് രീതിയിൽ എനിക്ക് കണ്ടെത്താൻ പറ്റും, അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കുക. നാലാമതായിട്ട് നമ്മളെ ഡെറ്റ് കൺട്രോൾ ചെയ്യുക, ഡെറ്റ് ഡിഡക്ഷൻ അല്ലെങ്കിൽ ഡെറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാൻ. ഇപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലോൺസ് ഉണ്ടെങ്കിൽ ഇന്ന ലോൺ ഏത് വർഷം തീർക്കണം, അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ മന്ത്ലി ഇൻകം, പ്രൈഡ് മന്ത്ലി ഇൻകം. അതായത് സാലറി ഇല്ലാതാവുമ്പോൾ അത് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഇൻകം സോഴ്സ് കണ്ടെത്തുക എന്നതാണ്. അപ്പൊ ഈ ഒരു 5 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് എന്നത് വളരെ ഭംഗിയായിട്ട് ഇദ്ദേഹത്തിന് പ്ലാൻ ചെയ്തു പോകാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സേഫ് ആയിട്ടുള്ള, പ്രൗഡ് ആയിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ഞാൻ നേരുകയാണ്.
അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സപ്പോർട്ട് താങ്കൾക്ക് വേണമെങ്കിൽ താങ്കൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് 9 ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷയമുള്ളത്.